വളരെയധികം സങ്കടകരമായ കാര്യമാണ്. പലരും അവരുടെ ജീവിതത്തെ ഒരു ബിസിനസ് പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജീവിതം ഒരു ബിസിനസ്സല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഇങ്ങനെയൊക്കെ അവസാനിച്ചാൽ മാത്രമേ ജീവിതം ജീവിതമാകൂ എന്ന് ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട്. ഇത് തെറ്റായൊരു ധാരണയാണ്. ജീവിതം എന്നത് ഒരു അവസരമാണ്. ജീവിക്കാൻ കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കാനുള്ള അവസരം. അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവുമില്ല. സന്യാസിമാരും സ്പിരിച്വൽ മാസ്റ്റേഴ്സും പണ്ടേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പലരും അതിൻ്റെ ആഴമറിയാതെ പറയുന്നൊരു കാര്യം: ബി ഇൻ ദ മൊമെന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ വാക്കുകൾക്ക് വളരെ വലിയൊരു ആഴമുണ്ട്. ആ ആഴം ഇതാണ്: ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ലക്ഷ്യങ്ങളുണ്ടാവില്ല. ലക്ഷ്യങ്ങളുള്ള ഒരാൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാനും സാധിക്കില്ല. മനസ്സ് നിങ്ങളെ ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. മനസ്സ് നിങ്ങളെ ഒരിക്കലും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാൻ സമ്മതിക്കില്ല. കാരണം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്ത അവസ്ഥ മനസ്സിൻ്റെ മരണമാണ്. മനസ്സ് അത് അനുവദിക്കാനേ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒന്നുമില്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യും? പിന്നെ മനസ്സിന് പ്രസക്തിയില്ല. അത് മനസ്സിൻ്റെ മരണമാണ്. ഇതുകൊണ്ട് തന്നെ മനസ്സെപ്പോഴും ഓരോരോ ആഗ്രഹവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രത്യേകത എന്താണ്? അവ എപ്പോഴും നാളെയിലാണ്. അവ എപ്പോഴും ഫ്യൂച്ചറിലാണ്. ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെ നമ്മൾ ഒരിക്കലും ആഗ്രഹം എന്ന് വിളിക്കില്ല. നമ്മൾ ഒരിക്കലും അതിനെ ലക്ഷ്യമാക്കി മാറ്റില്ല. ഇപ്പോൾ സംഭവിക്കാൻ സാധിക്കാത്തത് നാളെ മാത്രം നടക്കുന്ന ഒന്നാണ് ആഗ്രഹം, ലക്ഷ്യം. മനസ്സിൻ്റെ രീതികളാണിത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല, ഒരു ഉദ്ദേശവുമില്ല. സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണത്. എന്തെങ്കിലും ലക്ഷ്യമോ ഉദ്ദേശമോ വെച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ശരിയല്ലേ? യഥാർത്ഥ സ്നേഹത്തിന് ഒരു ലക്ഷ്യവുമില്ല, ഒരു ഉദ്ദേശവുമില്ല. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മനോഹരമായ സൂര്യാസ്തമനം ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ചിന്തിക്കാറുണ്ടോ? അതിനൊരു ലക്ഷ്യവുമില്ല, അതിനൊരു ഉദ്ദേശവുമില്ല. മനോഹരമായൊരു പൂവ് നിങ്ങളുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു. അതിന് പുറകിൽ എന്തെങ്കിലും ലക്ഷ്യമോ ഉദ്ദേശമോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്? ഒരു ലക്ഷ്യവുമില്ല, ഒരു ഉദ്ദേശവുമില്ല. ആസ്വദിക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിക്കാൻ വേണ്ടി ജീവിക്കുക, ലക്ഷ്യങ്ങളോടെയല്ല. ചിലർക്കെങ്കിലും ഇതൊരു ഷോക്കായേക്കാം. ജീവിതത്തിന് ഉദ്ദേശങ്ങളില്ല, ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ല എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു ഞെട്ടലുണ്ടാക്കിയേക്കാം. പക്ഷെ സത്യം എന്നാൽ ജീവിതത്തിൽ ഉദ്ദേശം വേണമെന്നത് അത്യാഗ്രഹത്തിൽ നിന്ന് ജനിക്കുന്ന ചിന്തയാണ്. ജീവിതം എന്നത് വളരെ വലിയൊരു തമാശയാണ്. തമാശ മാത്രം. വരിക, ആസ്വദിക്കുക, തിരിച്ചു പോവുക. അതിനപ്പുറത്തേക്ക് എന്താണ്? ജീവിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ആസ്വദിക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് നിന്ന് കളിക്കുമ്പോൾ അവൻ ഭംഗിയുള്ള കല്ലുകളും കക്കയും പിറക്കിയും കളിക്കുമ്പോൾ നിങ്ങൾ അവനോട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമോ? ഒരു ഉദ്ദേശവുമില്ല. ജീവിതവും അങ്ങനെ തന്നെ. ഉദ്ദേശങ്ങളില്ല.